ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവ പുരട്ടിയതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ചെറിയ ഉള്ളി, 2 ചെറിയ സവാള, 1 കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, 1 തക്കാളി, 2 പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താക്കാം, നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് കളയാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഐറ്റംസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, തക്കാളി എന്നിവ ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് ഇതിനെ അടച്ച് വെക്കാം. സവാളയും തക്കാളി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു 10 പീസ് കണവയാണ് എടുത്തിരിക്കുന്നത്. 10 കണവ, ചെറിയ കണവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 പീസ് വീതം ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ കണവയും 2 പീസ് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ തന്നെ കണവയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കണവയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കണവയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവണം. നമുക്കൊരടപ്പ് വെച്ച് മൂടി വെച്ച് കൊടുക്കാം. അടപ്പ് പാത്രം വെച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ആയിട്ടൊന്ന് നല്ല രീതിയിൽ വേകട്ടെ ഗൈസ്. നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കണ്ട കണവ നല്ല ബലൂൺ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇത് നന്നായിട്ട് ഒന്ന് വേവണം. അപ്പോൾ ആ എടുത്ത കണവ ചെറുതായിട്ടൊന്ന് താഴോട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. കണ്ടോ, നമുക്കിതെല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിന് നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണം. നല്ലൊരു മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. ഇത് നന്നായിട്ട് മസാല ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാലും നമ്മുടെ കണവ കുറച്ചുകൂടി വേവത്തുള്ളൂ. അപ്പോൾ കണവയിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നല്ല രീതിയിൽ വറ്റി നമുക്ക് എണ്ണ മുകളിൽ തെളിയുമ്പോഴത്തേന് ഇത് റെഡിയാവും.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇടയ്ക്ക് നിങ്ങൾ ഉണ്ടാകുന്നൊന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണവ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കണവ ഇതിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണവയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ കണവ പുരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.